നമസ്കാരം. കൃഷ്ണാതിമിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ കുറേ ദിവസത്തിന് ശേഷമാണ് നിങ്ങൾ ഓരോരുത്തരെയും കാണാനായിട്ട് വരുന്നത്. ഒരുപാട് ബാക്ക് ടു സ്കൂളിൻ്റെ തിരക്കുകൾ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ചെറിയ ചെറിയ മെഡിക്കൽ എമർജൻസീസൊക്കെ വന്നു. അതുകൊണ്ടൊക്കെയാണ് ഇത്രയും ദിവസമായിട്ടും വീഡിയോ ഇല്ലാതിരുന്നത്. എന്നാലും എല്ലാ ദിവസവും നിർമ്മാല്യം നീലാംബരി എന്ന 2 സെഷൻ നമ്മുടെ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നടക്കുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് കാലമായി ഞാൻ വീഡിയോ ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫീല് വരുന്നില്ല കേട്ടോ. എല്ലാവരുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിട്ട് നിൽക്കണതിൻ്റെ ഒരു വിഷമമൊന്നും എനിക്ക് ഫീൽ ചെയ്യണില്ല കേട്ടോ. അപ്പോൾ ഇനിയും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ആവാത്തവർ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ആയിക്കോളൂ കേട്ടോ. 3ാമത്തെ ഗ്രൂപ്പായി, 2 ഗ്രൂപ്പ് നമ്മൾ ഫില്ലായി. ഇനിയിപ്പോൾ 3ാമത്തെ ഗ്രൂപ്പിലേക്ക് താഴെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ പറയാം. ഇന്ന് മെയ് 31-ാം തീയതിയാണ്. നാളെ ജൂൺ മാസം 1-ാം തീയതി. ഒരു പുതിയ തുടക്കമാവട്ടെ എല്ലാവർക്കും. ഇന്ന് മെയ് 31-ാം തീയതി ഇന്നത്തെ ഉച്ചപൂജയുടെ കളഭാലങ്കാരം വരുന്നത് മുട്ടുകുത്തി നിൽക്കുന്ന ഉണ്ണികൃഷ്ണനാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. മുട്ടുകുത്തി നിൽക്കുന്നുണ്ട്. മുന്നിൽ വെണ്ണക്കുടം ഉണ്ട്. വെണ്ണക്കുടത്തിൽ നിന്ന് വെണ്ണ കഴിക്കുന്നതിൻ്റെ സന്തോഷം നല്ലോണം ഉണ്ട് മുഖത്ത്. ഒരു 8-9 മാസം പ്രായമായ ഉണ്ണികൃഷ്ണനാണ്. നമുക്ക് എടുത്തുകൊണ്ട് നമ്മുടെ ആ ഒരു ഗൃഹത്തിലേക്ക് പോകാൻ തോന്നുന്ന അത്ര കൗതുകമുള്ള ഉണ്ണികൃഷ്ണനാണ് കേട്ടോ. പറഞ്ഞാലും തീരില്ല, അത്ര ഭംഗിയാണ് ഉണ്ണികൃഷ്ണനെ. അപ്പോൾ എന്തായാലും ആ ഒരു കുഞ്ഞുണ്ണികൃഷ്ണനെ തൊഴുത് നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം. കുറേ പേര് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസത്തെ ഗ്യാപ്പുള്ള കാരണം ഇപ്പം ഇന്ന് ഞാൻ ചോദ്യങ്ങളൊന്നും എടുക്കണില്ല. പകരം നമുക്ക് ഇന്നൊരു കഥ പറയാം. ഈ കഥ പറയുന്നതിന് മുൻപായിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറയാം കേട്ടോ. ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, നമ്മൾ കുറേ ദിവസമായിട്ട് ഇൻഡോർ ഷൂട്ട് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഔട്ട്ഡോർ നല്ല മഴയാണല്ലോ. അപ്പോൾ എൻ്റെ ഇല്ലത്തിൻ്റെ സിറ്റ് ഔട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യാറുള്ളത്. അതും നമുക്കിപ്പോൾ സാധ്യമല്ലാതെ വന്നിരിക്കുകയാണ്. കാരണം മഴയുടെ ഒരു സൗണ്ട്, അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആലോചിച്ച സമയത്ത് നമുക്കിതുപോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് കുറേ ആയിട്ടോ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറേ ആയി. പക്ഷെ അതിൻ്റെ ഒരു അനിവാര്യത വന്നത് ഈ മഴ കാരണമാണ്. അപ്പോൾ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇരിക്കുന്ന രീതിയൊക്കെ കണ്ട വലിയ ആചാര്യ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ ഇരിക്കണ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല, അങ്ങനെയൊന്നും വിചാരിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇത് ഇരുന്ന് ചെയ്യാൻ പാകത്തിനാണ് ഈ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഞാൻ മുമ്പും പറയാറുണ്ട്, ഒരുപാട് നേരം നിൽക്കാൻ പറ്റുന്നില്ല, കാലിൻ്റെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ ആള് പറയുമ്പോൾ ഇപ്പം എൻ്റെ ഒരു കൺസ്ട്രെയിൻസൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ചൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തതാട്ടോ. എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഇഷ്ടമാവും എന്ന് എനിക്കറിയില്ല. ഇഷ്ടമാവുന്നതിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ മഴ നമ്മളെ ബാധിക്കാതിരിക്കാൻ ഇത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിക്കുന്നു. പിന്നെ യാത്രകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഔട്ട്ഡോർ ഷൂട്ടും അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലെന്ന് പറഞ്ഞാൽ മഴയും ഉണ്ടാവും, കുട്ടികൾക്ക് സ്കൂളുണ്ടാവും. അപ്പോൾ യാത്രയ്ക്കൊക്കെ ഉള്ള സാധ്യത വളരെ കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊന്ന് സെറ്റ് ചെയ്തത്. ഇനി അടുത്ത കാര്യം പറയാനുള്ളത്, നമ്മുടെ വൈശാഖ മാസത്തിലെ നാമജപം. നമ്മൾ ടോട്ടൽ നാമം ജപിച്ച് ഭഗവാന്റെ പാദത്തിൽ അർപ്പിക്കുന്നത് 1.25 കോടി നാമമായിരുന്നു കേട്ടോ. 1.25 കോടി നാമം ഇത്ര ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇത്ര ചുരുങ്ങിയ ആളുകൾ കൊണ്ട് എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതല്ല. പക്ഷെ അതിലൊരമ്മ തന്നെ 98 ലക്ഷം നാമം ജപിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അമ്മയോട് എടുത്തെടുത്ത് ചോദിച്ചിരുന്നു, 98 ലക്ഷമാണോ 98,000 ആണോ ചോദിച്ചപ്പോൾ അല്ല, 98 ലക്ഷമാണ് ആ അമ്മ ജപിച്ചത്. ആ അമ്മ ജപിക്കുന്നതിൻ്റെ റുട്ടീനൊക്കെ പറഞ്ഞു കേട്ടോ. ശരിക്കും 98 ലക്ഷം ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കാരണം 4 മണിക്ക് രാവിലെ എഴുന്നേറ്റാൽ അമ്മ രാത്രി 10 മണിക്ക് കിടക്കുന്നത് വരെ നാമം ജപിക്കുക തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പണികൾ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് എണ്ണം പിടിക്കാത്തത്, അല്ലാത്ത സമയത്തൊക്കെ എണ്ണം പിടിക്കാനും സാധിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ത്രൂ ഔട്ട് കണ്ടിന്യൂസ് ആയിട്ട് നാമം ചെല്ലുന്നവർക്ക് എന്തായാലും അത്രയും ചെല്ലാൻ പറ്റൂലേ. അപ്പം എന്തായാലും സൗമിനി എന്നാണ് ആ അമ്മയുടെ പേര്. ആ അമ്മയുടെ പാദത്തിൽ നമസ്കരിക്കുന്നു കേട്ടോ. കാരണം ഇത്രയും നാമം ജപിക്കാൻ സാധിച്ചുല്ലോ. ബാക്കി നമ്മളെല്ലാവരും കൂടി ബാക്കി ജപിച്ചിട്ടുണ്ട്. അപ്പോൾ 1.25 കോടി നാമം ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് തൊഴുത് നമസ്കരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുന്നത് കേട്ടോ.
ഇന്ന് എനിക്ക് പറയാനുള്ളത് നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ചാണ്. കാരണം ഒരുപാട് ഭക്തർ എന്നെ നേരിട്ട് കാണുന്ന സമയത്ത് ഞാൻ അവിടെ വൈകുണ്ഠനാരായണൻ്റെ അവിടെ നമസ്കരിക്കുന്ന കണ്ടു, ഒന്നിലധികം നമസ്കരിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് സവിത ഇങ്ങനെ ഒന്നിലധികം തവണ നമസ്കരിക്കണേന്നൊക്കെ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമസ്കാരത്തിൻ്റെ പ്രാധാന്യം ആചാര്യൻ എപ്പോഴും സപ്താഹങ്ങളിൽ പറഞ്ഞ് കേട്ടിട്ടാണ് ഞാൻ ഈ ഒരു നമസ്കാരത്തിലേക്ക് വന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും സന്തോഷമുണ്ട് എല്ലാവരും ഇങ്ങനെ ചോദിച്ചതിലും. ആചാര്യൻ നമസ്കാരത്തിനെ കുറിച്ച് പറയുമ്പോൾ 1-ാമത്തെ ദശകത്തിലെ 8-ാമത്തെ ശ്ലോകം, നമ്രാണാം സന്നിധത്തെ സതതമപി പുരസ്തൈരനഭി അർത്ഥാൻ കാമാൻ അജസ്രം വിതരതി പരമാനന്ദ സാന്ദ്രാം ഗതിഞ്ച എന്ന് തുടങ്ങുന്ന ആ ഒരു ശ്ലോകത്തിലൂടെയാണ് അതിൻ്റെ ആ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു സ്വഭാവവും അതുപോലെ തന്നെ നമസ്കാരത്തിൻ്റെ പ്രാധാന്യവും പറയാറുള്ളത് കേട്ടോ. എന്താണ് ഭഗവാന്റെ സ്വഭാവം എന്ന് ചോദിച്ചാൽ, ശ്രീ ഗുരുവായൂരപ്പൻ നമസ്കരിക്കുന്ന ഓരോ ഭക്തനും തന്നെ സമർപ്പിക്കാറുണ്ട് എന്ന് പറയാറുണ്ട് കേട്ടോ ആചാര്യൻ. എങ്ങനെയാണ് ഭഗവാൻ സമർപ്പിക്കുന്നത് വെച്ചാൽ, ഭഗവാനെ വിളിച്ച് നമ്മൾ ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന സമയത്ത് ഭഗവാനെ തന്നെ കൊടുക്കൂത്രേ ആ ഒരു ഭക്തന്. അതിലപ്പുറം എന്താ അല്ലേ വേണ്ടത്. അപ്പോൾ ഇനി ഒരു നമസ്കാരത്തിൻ്റെ പ്രാധാന്യം പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു കഥയാണ്. പണ്ട് മേൽപ്പത്തൂരിൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ബ്രാഹ്മണൻ, മറ്റൊരു നമ്പൂതിരി, ചേലപ്പറമ്പ് നമ്പൂതിരി. ചേലപ്പറമ്പ് എന്ന് അദ്ദേഹത്തിൻ്റെ ഇല്ലപ്പേരാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആ ഒരു പരമ്പരയിൽപ്പെട്ട ആ ഇല്ലക്കാർ ഇപ്പോഴും ഉണ്ട്. ചേലപ്പറമ്പ് ഇല്ലത്തെ ഒരു ബ്രാഹ്മണൻ, അദ്ദേഹത്തിന് 90-ൽ പരം വയസ്സുണ്ട് അത്രേ. ഈ 90-ലധികം വയസ്സായിട്ടുള്ള അദ്ദേഹം കണ്ടാൽ അത്രയും സുമുഖനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രായത്തിലും അദ്ദേഹത്തിന് ചുറ്റും സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടോ. അത്രയും അട്രാക്ഷൻ തോന്നുന്ന ഒരു ആളായിരുന്നു അത്രേ അദ്ദേഹം. അല്ലെങ്കിൽ അവരോട് കൂടി തന്നെയാണ് അദ്ദേഹത്തിനെ കാണപ്പെടുക. കാരണം അദ്ദേഹവും വിഷയതൽപരനായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. അപ്പം എന്തായാലും അദ്ദേഹത്തിന് ഒരു ദിവസം നമ്മുടെ ആ ഒരു വടക്കേച്ചിറ അല്ലെങ്കിൽ ആ ഒരു തീർത്ഥകുളത്തിൽ കുളിക്കുന്ന സമയത്ത് മേൽപ്പത്തൂര് കാണാനിടയായെന്നും മേൽപ്പത്തൂര് കാണുന്ന സമയത്തും അദ്ദേഹത്തിനെ പരിചരിക്കാൻ സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നും ആ സമയത്ത് മേൽപ്പത്തൂര് ചോദിച്ചു അത്രേ, ചേലപ്പറമ്പ് ഇത് നിർത്താറായില്ലേ എന്ന് ചോദിച്ചു അത്രേ. കാണുന്ന നമുക്കൊക്കെ എന്താ തോന്നുക, ഈ ഒരു സമ്പ്രദായം നിർത്താറായില്ലേ എന്നല്ലേ ചോദിക്കണതായിട്ട് തോന്നുക. പക്ഷെ അങ്ങനെയല്ല. മേൽപ്പത്തൂർ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ചേലപ്പറമ്പിന് നന്നായിട്ട് മനസ്സിലായി ഇത്രേ. അദ്ദേഹം ഉദ്ദേശിച്ചത് ഇത് നിർത്താറായില്ലേ എന്ന് ചോദിക്കുന്നതിലൂടെ വളരെ വയസ്സിൽ താഴെയാണ്, 25-ലധികം വയസ്സേ ആയിട്ടുള്ളൂ മേൽപ്പത്തൂരിന്. എന്നാലും മരണലക്ഷണങ്ങൾ കണ്ടാൽ അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലാവൂത്രേ. അത്രയും പാണ്ഡിത്യമുള്ള ആളുകൾക്ക് അങ്ങനെയാണ് അത്രേ പണ്ട് കാലത്ത്. അപ്പോൾ ഈ മരണലക്ഷണങ്ങൾ കണ്ടതിൻ്റെ പേരിലാണ് മേൽപ്പത്തൂർ ഇത് ചോദിക്കുന്നത് എന്ന് ചേലപ്പറമ്പിന് മനസ്സിലായി. അദ്ദേഹം ഉടനെ ചോദിച്ചു അത്രേ, അത്രയ്ക്കൊക്കെ ആയോ എന്ന്. അത് കേട്ട സമയത്ത്, അത്രയ്ക്കൊക്കെ ആയോ എന്നുള്ള ആ ഒരു ചോദ്യം കേട്ട സമയത്ത് മേൽപ്പത്തൂർ പറഞ്ഞു അത്രേ ചേലപ്പറമ്പിനോട്, വേഗം ചെന്നാൽ തൊഴാൻ സാധിച്ചാലായി എന്ന്. അതായത് അത്ര സമയമേ ഇനി ബാക്കിയുള്ളൂ എന്ന്. അദ്ദേഹം ഇത് കേട്ട സമയത്ത് ആ മുങ്ങി നിവർന്ന് തല തോർത്താൻ പോലും നിൽക്കാതെ അദ്ദേഹം അവിടെ നിന്ന് ഓടിക്കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പിന്നാലെ മേൽപ്പത്തൂർ ഓടി വന്നു കേട്ടോ. കാരണം ഇദ്ദേഹം ഇനി ചെന്ന് നാലമ്പലത്തിനകത്തേക്ക് കടന്ന് ആ സമയം അവിടെ കുഴഞ്ഞ് വീണ് മരിക്കുകയൊക്കെ ചെയ്താൽ ഭഗവാന്റെ ഉച്ചപൂജ നേരം വൈകില്ലേ എന്ന് വിചാരിച്ച് ആദ്യ പിടിച്ചിട്ടാണ് അത്രേ പിന്നാലെ മേൽപ്പത്തൂർ വന്നത്. ആ സമയത്ത് ചേലപ്പറമ്പ് ഒരു ശ്ലോകം ചൊല്ലിയിരുന്നു. അത് മേൽപ്പത്തൂർ കേൾക്കാനിടയായി. കേൾക്കുന്ന മാത്രയിൽ ഗ്രഹിക്കുന്ന ആ ഒരു ഗ്രാഹ്യം അന്നത്തെ ആളുകളിലൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മേൽപ്പത്തൂരിനെ പോലെ ഇത്രയും പാണ്ഡിത്യമുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അദ്ദേഹം ചൊല്ലിയ ആ ശ്ലോകമാണ്, അബ്ദാർദ്ധേന ഹരിം പ്രസന്നമകരോൾ ഔത്താനപാതി ശിശു സപ്താഹേന നൃപ പരീക്ഷിതബല യാമാർത്ഥതാ പിങ്കള ഗഡ്വാംഗേ ഘടികാദ്വയേന നവതി പ്രായോപി തന്ന വ്യധേ തം കാരുണ്യനിധിം പ്രപദ്യ ശരണം ശേഷായുഷാ തോഷയേ എന്ന്. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, ഉത്താനപാദ മഹാരാജാവിൻ്റെ മകനായിട്ടുള്ള ധ്രുവന് വെറും 6 മാസം കൊണ്ടാണ് അങ്ങ് പ്രത്യക്ഷീഭവിച്ചത്. 6 മാസം കൊണ്ട് ധ്രുവന്റെ മുമ്പിൽ വന്ന അങ്ങ് സപ്താഹത്തിലൂടെ, അതായത് 7 ദിവസത്തെ ഭജനം കൊണ്ടാണ് പരീക്ഷിത് മഹാരാജാവിന് മോക്ഷഗതി നൽകിയത്. അതുപോലെ തന്നെ പിങ്കള എന്ന ആ ഒരു സ്ത്രീക്ക് ഒരു യാമത്തിൻ്റെ ആ ദൈർഘ്യം കൊണ്ടാണ്, ആ
സദ്ബുദ്ധി വന്നതും ഭഗവാനിലേക്ക് എത്തിയതും, അതുപോലെ തന്നെ ഗഡ്വാങ്കൻ്റെ കഥയും അദ്ദേഹം എടുത്ത് ഉദ്ധരിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള എന്നെ ഇനി ബാക്കിയുള്ള ആയുസ് കൊണ്ട് ഭഗവാനെ അങ്ങ് സ്വീകരിക്കണേ, അല്ലെങ്കിൽ അങ്ങേക്ക് സന്തോഷമാവണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നമസ്കരിച്ചത് അത്രേ. ആ നമസ്കാരത്തിലൂടെ ആ ചേലപ്പറമ്പ് നമസ്കരിച്ചത് എവിടെയാണെന്നറിയോ? കൊടിമരത്തിൻ്റെ ചോടെ അവിടെ എത്തിയുള്ളൂ അദ്ദേഹം. അവിടെ നമസ്കരിച്ചു. ആ നമസ്കരിച്ച ആള് പിന്നെ എഴുന്നേൽക്കുണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവൻ ഭഗവാനിൽ ലയിക്കുന്നത് അന്ന് അവിടെ ഉള്ളവർക്കെല്ലാം ബോധ്യം വന്ന ഒരു കാര്യമാണത്രേ. അപ്പോൾ ചേലപ്പറമ്പിന് മോക്ഷം നൽകി എന്നുള്ളത് അന്നത്തെ ആളുകൾക്ക് മുഴുവനും മനസ്സിലായി. ആ രീതിയിലാണ് മരണലക്ഷണങ്ങൾ, മരണരീതിയൊക്കെ കണ്ടാൽ ഇന്നും ആളുകൾക്ക് മനസ്സിലാവുന്ന ആളുകളൊക്കെ ഉണ്ട് അത്രേ. ഈ ഭഗവാനിലേക്ക് ലയിക്കുകയാണോ അല്ലയോ എന്നുള്ളതൊക്കെ മനസ്സിലാവുന്ന ആൾക്കാർ ഇന്നും ഉണ്ട് അത്രേ. ഇന്നും ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അന്നത്തെ കാര്യം പറയാനില്ലല്ലോ. അപ്പോൾ ഭഗവാനിലേക്ക് ചേലപ്പറമ്പ് ഒറ്റ നമസ്കാരം കൊണ്ടാണ് ചെന്നെത്തിയത് എന്ന് തന്നെയാണ് പറയണത്. അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുന്നതിന് എന്ന് തന്നെയാണ് ആചാര്യൻ എടുത്ത് പറയാറുള്ളത് കേട്ടോ. അത് ഈ മോക്ഷപ്രാപ്തിക്ക് മാത്രമൊന്നും അല്ല കേട്ടോ ഈ നമസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് നമ്മൾ എല്ലാവരും ഒന്ന് നമസ്കരിച്ച എല്ലാ കാര്യങ്ങളും നേടിയാവില്ലേ ഭഗവാന്റെ ആ ഭഗവത് പദത്തിലേക്ക്? അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഇഹത്തിനും പരത്തിനും അഭ്യർത്ഥിതാൻ അഭി അർത്ഥാൻ കാമൻ, എല്ലാം നീ അഭ്യർത്ഥിച്ചതും അനഭ്യർത്ഥിതാൻ അഭ്യർത്ഥിക്കാത്തതും എല്ലാം നിനക്ക് ഞാൻ നൽകാൻ തയ്യാറാണ് എന്നാണ് ഭഗവാൻ പറയാത്രേ. അത് ആചാര്യൻ്റെ രസകരമായിട്ടാട്ടോ പറയാം. ഒരാൾ ഭഗവാന്റെ മുമ്പിൽ പോയി നമസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹം ഓരോ ആവശ്യങ്ങൾ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നമസ്കരിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ തുടങ്ങിയാൽ നമുക്ക് 1 2 3 4 5 6 7 8 9 10 ഒതുങ്ങില്ല. ഒരു കയ്യിൽ നമുക്കിങ്ങനെ മടക്കി നിർത്തി 10 ആക്കാം, 2 കയ്യിലാവുമ്പോൾ 20 ആക്കാം. അങ്ങനെ ഇനി കാലിൻ്റെ വിരലും കൂടി എടുക്കുകയാണെങ്കിലോ അത്രയും ആഗ്രഹങ്ങൾ പറഞ്ഞാലും പിന്നെ ഉണ്ടാവും അത്രയും നമുക്ക് ആഗ്രഹങ്ങൾ. ഇതൊക്കെ കേട്ടാൽ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറയത്രേ, നിനക്ക് ഇപ്പോഴും വേണ്ട രീതിയിൽ ആഗ്രഹിക്കാൻ നിശല്യ, നിനക്കിത് മാത്രം പോരാ, ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നും കൂടി വേണമെന്ന് പറയത്രേ. ഈ പറഞ്ഞതെല്ലാം ഭഗവാൻ തരും, അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വേണ്ടതും തരുത്രേ. അങ്ങനെയാണ് ഭഗവാൻ എന്നാണ് ആചാര്യൻ ഇപ്പോഴും പറയാറുള്ളത്. അത്രയ്ക്ക് നമസ്കാരപ്രിയനാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ എന്ന് അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട പറയാണ്. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇനി അടുത്തതായിട്ട് പറയാൻ ഒരു കാര്യം കൂടി ഞാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നിർമ്മാല്യം നീലാംബരി എന്ന 2 സെഷൻ ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ. എല്ലാ ദിവസവും രാവിലെ നിർമാല്യം എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂരപ്പനെ കുറിച്ച് ഒന്ന് അനുസ്മരിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ അനുസ്മരിക്കാനോ അലങ്കാരം അനുസ്മരിക്കാനോ അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും ഗുരുവായൂരപ്പനെ പറ്റി അനുസ്മരിക്കുക. അതേപോലെ തന്നെ നീലാംബരി എന്ന് പറഞ്ഞൊരു സെഷൻ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഗുരുവായൂരപ്പനെ ഒന്ന് അനുസ്മരിക്കുന്ന സെഷനുമാണ്. അപ്പോൾ ഈ 2 സെഷൻ ദിവസവും കേൾക്കുന്ന കുറച്ച് പേര് എൻ്റെ അടുത്ത് ഒരു സജഷനായിട്ട് പറഞ്ഞിരുന്നു, ഈ 2 കാര്യങ്ങളും ഒന്ന് യൂട്യൂബ് ചാനലിലും കൂടി അപ്ഡേറ്റ് ചെയ്തുകൂടെ, അപ്പോൾ കുറച്ചധികം ആളുകളിലേക്ക് എത്തില്ലേ എന്ന്. കാരണം വാട്സപ്പ് ഗ്രൂപ്പിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കല്ലേ കേൾക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചിരുന്നു കേട്ടോ. ഞങ്ങൾ ഇനി അങ്ങനെയും ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. നിർമാല്യവും നീലാംബരിയും കൂടി വാട്സപ്പ് ഗ്രൂപ്പിൽ മാത്രമല്ല ഒതുക്കാതെ യൂട്യൂബ് ചാനലിലേക്കും കൂടി കൊണ്ടുവരാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും വിശേഷങ്ങളേ ഉള്ളൂ. നാളെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് കാണാം. നന്ദി.